ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാട്ടോ ഉപ്പേരിക്കിപ്പോൾ എന്താ വെക്കുകയെന്ന് ഓർത്ത് നോക്കിയത്. അങ്ങനെ ആ ടിന്നിൽ മുതിര ഇരിക്കുന്നുണ്ടായിരുന്നു. നേരെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള മുതിരത്തോരൻ വെക്കാം. എപ്പോൾ മുതിര കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് വറുത്തിട്ടൊരു ടിന്നിലേക്ക് ഇട്ട് വെക്കും കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ കഴുകിയ കുക്കറിലിട്ട് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ മുതിരയൊക്കെ കഴുകി ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ എഴുതുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ഏട്ടൻ ചോദിക്കുമ്പോൾ എനിക്കപ്പോൾ ഓർമ്മ കിട്ടില്ല, അങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു ബുക്കാട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ച മുതിരയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഉള്ളി ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ആവശ്യത്തിന് ഇട്ടിട്ട് ഈ വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയിട്ടുണ്ട്. 2-3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുതിര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു പിടി നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്കിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ കേട്ടോ എനിക്കിഷ്ടം. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് മുതിരത്തോരനും മോരൊഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറിയും മുട്ടയും പിന്നെ രാവിലത്തെ കടലക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.